ശ്രീകൃഷ്ണ ജയന്തിക്ക് വേണ്ടി തയ്യാറാക്കിയ കൊടിത്തോരണങ്ങൾ നശിപ്പിച്ചു. തൃശൂർ കണ്ടശാങ്കടവിൽ സ്ഥാപിച്ച കൊടികളാണ് രാത്രിയിൽ നശിപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് വാടയിൽ പ്രസന്നനെതിരെ ശോഭയാത്രാ സംഘാടകർ പരാതി നൽകി. ജയന്തിയുടെ ഭാഗമായി പാത്യാല ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കണ്ണംകുളങ്ങര നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് ശോഭായാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ശോഭായാത്ര കടന്നുപോകുന്ന പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് കൊടിത്തോരണങ്ങൾ ഉപയോഗിച്ച് അലങ്കരിച്ചിരുന്നു. ഇത്തരത്തിൽ സ്ഥാപിച്ച കൊടികളാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിക്കപ്പെട്ടത്. ആദ്യം സ്ഥാപിച്ച കൊടികൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരുന്നു. രണ്ടാമത്തെ ദിവസവും സമാന സംഭവം ആവർത്തിച്ചു. ഇതോടെ പോലീസിൽ പരാതി നൽകി. ഇതിനൊപ്പം കൊടികൾ നശിപ്പിക്കപ്പെട്ട പ്രദേശത്തെ CCTV പരിശോധിച്ചപ്പോഴേക്കുമാണ് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ മുൻ ഹോംഗാർഡായിട്ടുള്ള വാടയിൽ പ്രസന്നൻ കൊടികൾ നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായത്. സംഭവവുമായി ബന്ധപ്പെട്ട് അന്തിക്കാട് പോലീസിൽ ബാലഗോകുലം ശോഭായാത്ര സംഘാടകർ പരാതി നൽകി. മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ശ്രമിക്കുന്നതെന്ന് സംഘാടകർ ആരോപിച്ചു. 2 ദിവസം മുമ്പ് തന്നെ നമ്മൾ മിഞ്ഞാന്ന് തന്നെ കൊടികൾ കെട്ടി. ഇന്നലെ രാത്രി കൊടി കെട്ടിപ്പോയതിൻ്റെ പിറ്റേ ദിവസം കാലത്ത് വന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് കൊടികൾ നശിപ്പിച്ച് കിടക്കുന്നു. കൊടികൾ കാണാനില്ല, വടികളൊക്കെ വലിച്ചൊടിച്ച് നിലത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പോയിട്ട് അന്തിക്കാട് സ്റ്റേഷനിൽ CI അടുത്ത് പോയിട്ട് പരാതി കൊടുത്തു. മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്താണ് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നങ്ങളുള്ള സ്ഥലം അല്ലെങ്കിൽ ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ബാലഗോകുലത്തിൻ്റെ പരിപാടി നടക്കുന്നതാണ്. ഘോഷയാത്രയിൽ ഇതുവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ ആരോ മനഃപൂർവ്വം ഇത് ചെയ്തതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ ലീഗലായിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് CIക്ക് പോയിട്ട് ഇന്നലെ പരാതി കൊടുത്തു. സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച പ്രസന്നനെതിരെ പോലീസ് കർശന നടപടി സ്വീകരിക്കണമെന്ന് സംഘാടകർ ആവശ്യപ്പെട്ടു. ജനം, തൃശൂർ.